Hi guys, welcome to my Scotland vlog. 2 days in Glasgow and 2 days in Edinburgh. 4 ദിവസത്തെ itinerary നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണാം. It won't be a detailed vlog, but വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്തിയോണ്ടും പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ സിറ്റിയിൽ നിന്ന് പൊളോക് ഷോയിലേക്ക് നടന്നാണ് പോയത്. എന്നിട്ടൊരു 12:30 ഒക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്തു. ലക്കിലി ഇറ്റ് വാസ് എ ബ്രൈറ്റ് ഡേ. മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഒഴിവാക്കാം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ഡേ പാസ് ഒക്കെ എടുത്തു. ആദ്യം പോയത് ഗ്ലാസ്ഗോ കത്തീഡ്രലിലേക്കാണ്. അവിടെ പോയപ്പോൾ മൊത്തം ഒരു ടെറർ വൈബായിരുന്നു. എവിടെ നോക്കിയാലും അസ്ഥികൂടങ്ങളും സ്കള്ളും കുറേ കല്ലറകളും. ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പള്ളിയുടെ അകത്തും പുറത്തും ഒക്കെ കല്ലറകളായിരുന്നു. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഹ്യൂമൻ ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ക്രീപ്പി ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറായിരുന്നു. മൊത്തത്തിലുള്ളൊരു വൈബ് അങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും കുറേ ഹൊറർ സ്റ്റോറീസ് ഒക്കെ ഓർമ്മ വന്ന് അതൊക്കെ ഷെയർ ചെയ്തു. ഈ കത്തീഡ്രലിനോട് ചേർന്ന് തന്നെയാണ് ഗ്ലാസ്ഗോ നെക്രോപോളിസ്. ഇറ്റ് ഈസ് അഗെയിൻ ഒരു ഹ്യൂജ് സെമിറ്ററി. ആ ടോപ്പിൽ കാണുന്ന അവിടേക്കാണ് നമുക്ക് നടന്നെത്തേണ്ടത്. എല്ലാരും വേണോ? ഞാനൊന്ന് ഫോക്കസ് ആയിട്ട് വേണം. വീണ്ടും വീണ്ടും ശവകുടീരങ്ങൾ. അങ്ങനെ എന്നെ കാണിക്കണേ. തന്നെ കാണിച്ചില്ല. കുട്ടി വായിക്കുന്നുണ്ടല്ലോ. വയസ്സ്, അയ്യോ 67ാമത്തെ വയസ്സ് പുള്ളി ഖത്തം. ബട്ട് ഇത് വന്നിട്ട് എന്താ പറയാ, ആളുകള് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഉണ്ടാക്കിയാണ്. അത്ര വലിയ ഓസല്ല. അല്ലാതെ ഗൈസ്, ഇവിടെ കുറെ ശവകുടീരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, ഏതെങ്കിലും നല്ല നല്ല ഞങ്ങളല്ല ഇദ്ദേഹം, അതെ ഓക്കെ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും കഴിവുള്ള ആത്മാവുണ്ടെങ്കിൽ ദേഹത്തേക്ക് കയറാം. അങ്ങനെ എങ്ങനെ ഒന്ന് ഗതി പിടിക്കണം. എനിക്ക് പറയുന്നത് മറ്റാത്മാക്കൾക്ക് കഴിവില്ല എന്ന് പറയുന്നതിന് തുല്യാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ പോ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും വിശപ്പായപ്പോൾ ഞങ്ങൾ നൈസായിട്ട് സുഗോ പാസ്തയിലേക്ക് വിട്ടു. ഇറ്റ്സ് എൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. ചിലർക്ക് സുഖം ഉണ്ടായിരുന്നു, ചിലർക്ക് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ അനഘ ഓർഡർ ചെയ്ത് ഈ പേസ്ട്രി അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. സിറ്റി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ച് കടകളിലൊക്കെ കയറി സൊവനിയറൊക്കെ മേടിച്ചു. ഫ്രിഡ്ജ് മാഗ്നറ്റും പിൻ ബാഡ്ജും മസ്റ്റാണ്. The truth will set you free, but first it will piss you off. Life lesson. Yeah. എല്ലാവരും ടയേർഡ് ആയിരുന്നെങ്കിലും ഞങ്ങൾ ജോർജ് സ്ക്വയറും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു, കണ്ടു. പെട്ടെന്നായി പോയല്ലേ ഈ ട്രാൻസിഷൻ. ദിസ് ഇസ് എ സെക്കൻഡ് ഡേ ഇൻ ഗ്ലാസ്ഗോ. ഞങ്ങൾ പോയത് കെൽവിൻ ഗ്രോവ് ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞു. ബിക്കോസ് വലിയൊരു മ്യൂസിയം ആയതുകൊണ്ട് അത് മൊത്തം നടന്ന് കണ്ടിറങ്ങുമ്പോഴേക്കും ആ രാവിലെ തന്നെ ഉണ്ടായിരുന്ന ഗ്ലോ ഒക്കെ പോയാലോ എന്ന് വിചാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. നേരത്തെ കണ്ട ആ ഇൻസ്ട്രുമെൻ്റ് ഇല്ലേ, വലിയൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ, അതിനെ പറയുന്നത് പൈപ്പ് ഓർഗൻ എന്നാണ്.
അത് കണ്ടതിന് ശേഷം ഒന്ന് റിസർച്ച് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി. കാലാണോ അല്ല മ്യൂസിയത്തിൽ റെക്കോർഡ് ചെയ്തോ? മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ പോകുവാണ് ഗൈസ്. ഇത് കൊള്ളാമല്ലോ. ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. പണ്ട് ഹാരി പോട്ടറൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതേപോലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിലെ ഒരു ഫേമസ് സ്പോട്ടാണ്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇൻവേഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു കോമൺ ഒരു മോണുമെന്റ് ഇല്ലേ, അത് ഓർമ്മ വന്നു. ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നി, മദ്രാസ് ദോശയിലേക്ക് വിട്ടു. ദിസ് ഈസ് our third day in Scotland and first day in Edinburgh. രാവിലെ തന്നെ ബസ് പിടിച്ചു, എഡിൻബ്ര എത്തി. ഐറ്റിനറിയിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹോട്ടൽ കണ്ടുപിടിക്കുക, ബാഗ് അവിടെ വെക്കുക എന്നുള്ളതായിരുന്നു. ഹോട്ടൽ കണ്ടുപിടിക്കാൻ തന്നെ ഞങ്ങൾ കുറച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എഡിൻബ്ര എത്തിയപ്പോൾ വേറൊരു ലോകത്ത് എത്തിയ പോലെയായിരുന്നു. അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഗ്ലാസ്ഗോ. ഒരു സ്ട്രീറ്റിൽ നിന്ന് വേറൊരു സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണമായിരുന്നു പോകാൻ. സെയിൻറ്റ് ക്രിസ്റ്റഫേഴ്സ് ഇന്നിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അവിടെ കയറി ബാഗ്സ് എല്ലാം വെച്ചു. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ ഇറങ്ങി. കണ്ടോ, ഇതാണ് അവസ്ഥ. എനിക്ക് ബിൽഡിങ്സിൻ്റെ വിഷ്വൽസ് എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു. ഒരു ബിൽഡിങ്സ് മാത്രം ഉള്ള ഒരു സിറ്റിക്ക് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ എഡിൻബ്ര വന്നപ്പോഴാണ് കേട്ടോ അറിയണേ. റോയൽ മൈലിലേക്കൂടെ നടന്നു. സെന്റ് ഗൈൽസ് കത്തീഡ്രൽ കണ്ടു. ഈ റോയൽ മൈൽ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാക്ക് ആണ്. ആൻഡ് അത് നടന്നെത്തുന്നത് നമ്മുടെ കാസിലേക്കാണ്. ഒരു ഹാഫ് ഡേയോളം കാസിലിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അത് മാത്രമല്ല 19 pounds ആണ് പെർ ഹെഡ് എൻട്രി ഫീ. അപ്പോൾ അതും കൂടെ ഒന്ന് മുതലാക്കണമല്ലോ. സോ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് കാസിൽ എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ മേ ബി ഇനി വേറൊരു കൺട്രി പോകുമ്പോൾ നമുക്ക് കാസിൽ കാണണ്ടാന്ന് വെക്കാം. വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി റോയൽ മൈലിലെ വേറെ കുറേ കടകളിലൊക്കെ കയറി സോവനിയേഴ്സൊക്കെ മേടിച്ചു. പിന്നെ ഈ സ്കോട്ടിഷ് സ്കാർഫ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര വില ആയതുകൊണ്ട് മേടിച്ചില്ല.
ഞങ്ങളുടെ ChatGPT ചേട്ടൻ പറഞ്ഞു തന്ന ഒരു cafe ആണിത്, ഡെക്കൻസ് cafe, ഹൗസ് cafe, ആൻഡ് ഇറ്റ്സ് അഗൈൻ വെരി ഫേമസ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ കയറി ഒരു പ്രോപ്പർ സ്കോട്ടിഷ് മീലൊക്കെ കഴിച്ചു. അഗെയിൻ ഫോട്ടോ സെഷൻ. ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരു കത്തീഡ്രലിലേക്ക് പോവുകയാണ്. പക്ഷെ അരമണിക്കൂറിൽ അത് അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ. കയറി ഇറങ്ങി. ഈ കത്തീഡ്രൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ്. ബിക്കോസ് പണ്ട് SGKയുടെ സഞ്ചാരത്തിൽ മാത്രമാണ് ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് വന്ന് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് സീരിയസ് ആവുന്നു. അത് കഴിഞ്ഞ് ആർത്തേഴ്സ് സീറ്റിലേക്ക് പോകണോ വേണ്ടിയോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. ബാക്ക്ഗ്രൗണ്ട് അത് തന്നെ. ഹായ് ഗൈസ്, നമ്മൾ ഡേ 1 ഇൻ സ്കോട്ട്ലൻഡിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഇപ്പോൾ. ഡേ 1 ഇൻ സ്കോട്ട്ലൻഡ് അല്ല, ഡേ 1 ഇൻ എഡിൻബ്ര. മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്, എഡിൻബ്ര. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നമ്മുടെ അഞ്ജലി ഗോപൻ്റെ വിഷ്വൽസ് വളരെ കുറവാണ്. കാരണം എന്നെ കാണുന്ന വീഡിയോസൊക്കെ കുട്ടിയാണ് എടുത്തു തന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ മെൻഷൻ, ഷൗട്ട് ഔട്ട് ടു അഞ്ജലി ഗോപൻ. ആർത്തേഴ്സ് സിറ്റി പോയതുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഗൈസ്, നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തേക്കാണ്. അപ്പൊ റൂമിന്റെ ഡോർ തുറന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു റൂം ടൂർ ഒക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോഴേക്കും റൂം കഴിഞ്ഞു. അതെ, കേറാൻ പറ്റണ്ടായില്ല. ഇതായിരുന്നു അന്നത്തെ ഡിന്നർ. അഗെയിൻ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ എഡിൻബ്ര വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. സെയിൻറ്റ് ക്രിസ്റ്റഫേഴ്സ് ഇന്നിന് ഈ കാണുന്ന അത് ബെലൂഷീസ് റെസ്റ്റോറൻ്റായിട്ട് ചെറിയൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കിട്ടും. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഇൻ എഡിൻബ്ര. ഗൈസ്, ഇതാണ് നാഷണൽ മ്യൂസിയം ഓഫ് നാഷണൽ ഗാലറി. നമ്മളിങ്ങനെ സൂം ചെയ്തെടുത്തോണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയതിന് തുല്യമാണ്. ഓക്കെ, നമ്മൾ കണ്ടു. ഇന്നത്തെ ഐറ്റിനറി റോയൽ ബൊട്ടാണിക് ഗാർഡൻ എഡിൻബ്ര. സ്പ്രിംഗ് ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ചെടികളും പുഷ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നല്ല കുറച്ച് പൂക്കളൊക്കെ കണ്ടു. ഞങ്ങള് സഞ്ചാരം ലെവൽ ഷോട്ട്സ് ആണ് നിങ്ങളീ കണ്ടുകൊണ്ട് അയ്യോ ഔട്ട് ഓഫ് ഫോക്കസ് ആയിടോ. Again, we are back in another art gallery and it's called Scottish National Gallery. പടം
വിശപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അത്ര കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വി മാനേജ് ടു സീ സം ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. എനിക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്വിസീൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് ആണ്. ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഒരു ടേസ്റ്റ് ബഡ്സിനോട് അടുത്ത് നിൽക്കുന്നത്. നല്ലൊരു മീൽ കഴിച്ചു കേട്ടോ, വെരി ഹാപ്പി. അങ്ങനെ നമ്മുടെ ഐറ്റിനറിയിലെ അവസാനത്തെ സ്ഥലമായ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബ്രയിലേക്ക് എത്തി. ലൈറ്റൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ബിക്കോസ് കഴിഞ്ഞ 3 ദിവസവും നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡേ കുറച്ചൊരു ക്ലൗഡി ആയിരുന്നു. ബട്ട് മഴയുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് നേരത്തെ ഇരുട്ടായി. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. വി ആർ കംപ്ലീറ്റ്ലി ഹാപ്പി വിത്ത് വാട്ട് എവർ വി സോ. അല്ല എന്തെങ്കിലും പറയാൻ അങ്ങനെ നമ്മൾ ട്രിപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ആണ് ഇപ്പോൾ ഉള്ളത്. സമയം 5 മണി കഴിഞ്ഞു. 5 മണി കഴിഞ്ഞു. 5 മണിയോ 3 മിനിറ്റ് 6:30ക്കാണ് ബസ്. തിരിച്ച് ഗ്ലാസ്കോ പോകുന്നു. തിരിച്ച് ഇന്ന് രാത്രി ഗ്ലാസ്കോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോകുന്നത് ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. മഴ ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു എന്ന് വെച്ചാൽ അല്ല, ബട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് വെയിലുണ്ടായിരുന്നു. ഒരു വണ്ടി വരുന്നതാ. പോട്ടെ ഇന്ന് ഇച്ചിരി തണുപ്പുണ്ട്. എന്നാലും അതെ, എഡിൻബ്രയില് തണുപ്പ് സ്വാഭാവികമാണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ആ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സോഫാർ എല്ലാം നന്നായിരുന്നു. ഫുഡ് ആണെങ്കിലും ലൈക്ക് ഇടയ്ക്ക് ചെറിയ എന്താ പറയാ ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായെങ്കിലും ഓവറോൾ ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെന്താ, അലച്ചിലില്ലായിരുന്നു. എഡിൻബ്രയിൽ വന്നിട്ട് അലഞ്ഞില്ല. ഗ്ലാസ്ഗോയിലായിരുന്നപ്പോഴത്തേക്ക് കുറച്ചൊരു അലച്ചില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. റിലാക്സിങ്, ഒരു റിലാക്സ്ഡ് ട്രിപ്പ് ആയിരുന്നു. എല്ലാത്തിനും സമയം എടുത്ത് കണ്ട് അറിഞ്ഞ് കഴിച്ച് നല്ലോണം കഴിച്ചു. നല്ല ഫുഡ് കഴിച്ചു. ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോയി ബാഗ് എടുത്തു. എന്നിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം. അരമണിക്കൂർ എന്റെ ഫോൺ ചാർജ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കും. അതിനിടയിൽ ഒരു വാഫിൾ കഴിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നടക്കുമോ എന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ സോഫാർ എല്ലാം നടന്ന സ്ഥിതിക്ക് ഇതും നടക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ടാറ്റാ.